ഹായ് എവ്രി വൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇമെയിൽ മാർക്കറ്റിങ്ങിനെ പറ്റി പറയാനായിട്ടാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ താഴെ വരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസും ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഇതിൽ നമ്മൾ എന്താണ് ഇമെയിൽ മാർക്കറ്റിംഗിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ താല്പര്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നവർക്ക് നമ്മുടെ പ്രൊഡക്ട്സിനെ അല്ലെങ്കിൽ സർവീസസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇമെയിൽസ് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കും. ആദ്യം പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രാറ്റജിയുടെ ബേസിസിൽ നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്യുകയാണ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിയാം. അപ്പോൾ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊമോട്ട് ചെയ്യാനോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ പറ്റിയിട്ടൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാനായോ നമ്മുടെ ഓഡിയൻസിനായിട്ട് എൻഗേജ് ചെയ്യാനായിട്ടോ നമുക്ക് സെയിൽസ് ബൂസ്റ്റ് ചെയ്യാനായിട്ടോ ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഇമെയിൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇമെയിൽ ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ന്യൂസ് ലെറ്റേഴ്സിന് സൈനപ്പ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ചാനൽസ് വഴി നമുക്ക് ഇമെയിൽ ഐ ഡികൾ കളക്ട് ചെയ്തെടുക്കാം. ഇവൻറ്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഇമെയിൽ ഐ ഡി കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി മറ്റേതെങ്കിലും മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഇപ്പം നിങ്ങൾ ലീഡ് ജനറേഷന് വേണ്ടിയിട്ട് സ്പോൺസേർഡ് ആഡ്സ് ചെയ്തു എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ച് ഇമെയിൽ ലിസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇമെയിൽ ഐ ഡികൾ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾ ഇമെയിൽ ഐ ഡി കളക്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലത്തെ ഡാറ്റ പ്രൊട്ടക്ഷൻ ലോസ്, അതായത് പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിനൊക്കെ അടിസ്ഥാനത്തിലുള്ള ഇമെയിൽ ലിസ്റ്റ് ആയിരിക്കണം നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതും ഇമെയിൽസ് അയക്കേണ്ടതും. ഇതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഞാൻ ഗിഫ്റ്റിംഗ് ഐറ്റംസ് ഒക്കെ സെല് ചെയ്യുന്ന ഒരു സ്റ്റോറാണ് എൻ്റെതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇടുകയാണ് നിങ്ങളുടെ ലവബിൾ വൺസിൻ്റെ ഇവൻറ്റ്സ് ഏതെങ്കിലും ഡേറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രേഷൻ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് ഗിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്യാം. ഞങ്ങൾ ആ സമയം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് റിമൈൻഡർ ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഇമെയിൽ ലിസ്റ്റ് കളക്ഷന് വേണ്ടിയിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യുകയാണ്, അത് പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ആളുകൾ കിട്ടും. അപ്പോൾ അവരുടെ ഇമെയിൽ ഐ ഡിയുടെ മുകളിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തേതെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഇമെയിൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. മെയിൽചിംപ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതുപോലെ സെൻഡിൻബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, കോൺസ്റ്റന്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ ലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഫീച്ചേഴ്സ് ഏതൊക്കെ നിങ്ങൾക്ക് വേണം എന്നുള്ളതും അതുപോലെ പ്രൈസിങ്ങിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങൾക്കത് ഭാവിയിൽ ഇനി കുറച്ചുകൂടി ബിൽഡ് ചെയ്ത് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്കെയിലബിലിറ്റിക്ക് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്പല്ലിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇമെയിൽ ക്യാമ്പയിൻസിൽ നമുക്ക് ഇമെയിൽ അയക്കാനായിട്ട് എന്തെങ്കിലും കണ്ടന്റ് വേണമല്ലോ. അപ്പോൾ എൻഗേജിങ് ആയിട്ടുള്ള ആളുകൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് അത് വായിച്ച് പൂർത്തിയാക്കാനായിട്ട് അത്രയും താല്പര്യം ഉണ്ടാകുന്ന രീതിയിലുള്ള കണ്ടന്റ് നിങ്ങൾ ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രൊമോഷണൽ ഓഫേഴ്സ് ആയിട്ട് ചെയ്യാം, ഇല്ല പ്രൊഡക്റ്റിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാം, എഡ്യൂക്കേഷണൽ കണ്ടന്റ് കൊടുക്കാം, ന്യൂസ് ലെറ്റേഴ്സ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലൈസ് ചെയ്തിട്ട് ചെയ്യാം ഇമെയിൽസ് അയക്കുന്നത്. അപ്പോൾ എൻഗേജ്മെൻറ്റ് കൂടാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾക്കത് ഇവൻച്വലി വെബ്സൈറ്റിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ രീതിയിലുള്ള എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കണ്ടന്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ സാധിക്കുന്നതാണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല അപ്പീലിംഗ് ആയിട്ടുള്ള ഇമെയിൽ ടെംപ്ലേറ്റ്സ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മൊബൈൽ റെസ്പോൺസീവ് ആണോ എന്നുള്ളത് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇന്ത്യയിലൊക്കെ മൊബൈൽ യൂസേജ് കാര്യമായിട്ട് നടക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള യൂസേഴ്സിനെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
എന്തായാലും മൊബൈൽ റെസ്പോൺസീവ് ആയിട്ടുള്ള ഇമെയിൽ ടെംപ്ലേറ്റ്സ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇമെയിൽ ടെംപ്ലേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഇമെയിൽ അയക്കുന്ന സമയത്ത് ഭയങ്കര പ്ലെയിൻ ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെറ്റേഴ്സ് കണ്ടന്റ് മാത്രം ടൈപ്പ് ചെയ്തിട്ടല്ലല്ലോ നമ്മൾ അയക്കുന്നത്. ഇത് കുറച്ച് ഭംഗിയിൽ നല്ലൊരു എന്താ പറയുക ഡിസൈനോട് കൂടിയിട്ടാണ് നമ്മൾ അയക്കുക. അപ്പോൾ അതിനായിട്ടാണ് ഈ ഒരു ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇമെയിൽസ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നല്ല പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളത്, അതായത് മൊബൈൽ ഡിവൈസസിലൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആണ് ആ ഒരു കണ്ടന്റ് എല്ലാം പ്ലേസ് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താം. അഞ്ചാമത്തെ കാര്യം സെഗ്മെന്റ് യുവർ ഓഡിയൻസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ഓഡിയൻസിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. നിങ്ങളുടെ ഇമെയിൽ ലിസ്റ്റ് എടുത്തിട്ട് സെഗ്മെന്റ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്യുക. സെഗ്മെന്റ് ബേസിൽ, അതായത് ഡെമോഗ്രാഫിക്സിൻ്റെ ബേസിൽ, അവരുടെ പർച്ചേസ് ഹിസ്റ്ററിയുടെ ബേസിൽ. ഫസ്റ്റ് ടൈം ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ന രീതിയിൽ ഇമെയിൽസ് അയക്കാം. റിപ്പീറ്റഡ് പർച്ചേസ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിൽ ഇമെയിൽസ് അയക്കണം. അങ്ങനെ നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് വെക്കാം നിങ്ങളുടെ ഈ ഒരു ഇമെയിൽ ലിസ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തതിന്. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ല ടാർഗറ്റഡ് ആയിട്ട് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഇമെയിൽസ് അയക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പയിൻസിൻ്റെ എഫക്റ്റീവ്നെസ് കൂടും. നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ ക്യാമ്പയിൻസ് പെർഫോം ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണിത്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമെയിൽ ക്യാമ്പയിൻസ് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഓട്ടോമേഷൻ ടൂൾസ് ഉപയോഗിക്കാം. അതായത് ഫസ്റ്റായിട്ട് ഇമെയിൽ ID നൽകി സൈനപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് വെൽക്കം ഇമെയിൽസ് അയക്കാം. ഇനി അബാൻഡൻഡ് കാർട്ട് റിമൈൻഡേഴ്സ്, അതായത് കാർട്ടിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് വെച്ച് നിങ്ങളുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ ഇമെയിൽ IDയും കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ എന്ത് ചെയ്തു, അത് പിന്നെ അവരെന്തുകൊണ്ടോ പേയ്മെൻറ്റ് ചെയ്യാതെ അത് കാർട്ട് ഉപേക്ഷിച്ച് പോയി എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. എന്താ പറയുക, നിങ്ങളിങ്ങനെ ഇതുപോലെ കാർട്ടിൽ ഐറ്റംസ് വെച്ചിട്ട് പർച്ചേസ് ചെയ്തില്ല, അതിന് നിങ്ങൾക്ക് ഏറ്റവും എൻഗേജിങ് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇമെയിൽ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തിട്ട് അയക്കാവുന്നതാണ്. പിന്നെ അത് പോരാതെ തന്നെ ബർത്ത്ഡേ ഗ്രീറ്റിങ്സ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ബർത്ത്ഡേ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് പേഴ്സണലൈസ് ആയിട്ട് അതേ ദിവസത്തിൽ തന്നെ ഇമെയിൽ അയക്കാവുന്നതാണ്. അപ്പോൾ ഈ വെൽക്കം ഇമെയിൽസ്, അബാൻഡൻ കാർട്ട് ഇമെയിൽ, അതുപോലെ ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ഒക്കെ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത്, അതായത് ഇന്ന ഇവൻറ്റിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ കാർട്ടിൽ പ്രൊഡക്ട്സ് ആഡ് ചെയ്തിട്ട് അത് ലീവ് ചെയ്ത് പോയി പേയ്മെൻറ്റിന് മുമ്പായിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമെയിൽ ടെംപ്ലേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അയക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ഇമെയിൽ ക്യാമ്പയിൻസ് ചെയ്യാനായിട്ട്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് റെഗുലേഷൻസുമായിട്ട് കംപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ റെഗുലേഷൻസ്, അതായത് IT റൂൾസിനൊക്കെ അനുസരിച്ചിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ ഇമെയിൽ മാർക്കറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് മാത്രം കണ്ടുകൊണ്ട് എന്തും ഇമെയിൽ അയച്ച് നിങ്ങൾക്ക് എന്ത് ക്ലെയിംസും നടത്തിക്കൊണ്ടൊന്നും ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ ഒരു പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന ഓരോ ഇമെയിലും താഴെ അൺസബ്സ്ക്രൈബ് ലിങ്കും കൂടെ നിങ്ങൾ കൊടുക്കണം. അതായത് താല്പര്യമില്ലാത്ത കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഇമെയിൽ ഇനി വരാതിരിക്കാനായിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും അത് മസ്റ്റാണ്. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മോണിറ്റർ ആൻഡ് അനലൈസ് പെർഫോമൻസ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു ഇമെയിൽ ക്യാമ്പയിൻ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളതിൽ ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ ഒരു ക്യാമ്പയിൻ റണ്ണായതിനു ശേഷം അതിൻ്റെ മെട്രിക്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. എത്ര കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എത്ര യൂസേഴ്സ് ആ ഒരു ഇമെയിൽ ഓപ്പൺ ചെയ്തു എന്നുള്ളത്, അവരുടെ ക്ലിക്ക് ത്രൂ റേറ്റ്സ്, കൺവേർഷൻ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ ക്യാമ്പയിൻ എത്രമാത്രം സക്സസ് ആയി എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് അനലൈസ് ചെയ്തിട്ട് ഭാവിയിൽ നിങ്ങൾ ഇതേപോലെ ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്ട്രാറ്റജീസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഒമ്പതാമത്തെ കാര്യമാണ് ഇമെയിൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർലി നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ലിസ്റ്റ്, ഈ ഒരു ഇമെയിൽ ലിസ്റ്റ് നിങ്ങൾ
ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇൻവാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സൊക്കെ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമെയിൽസൊക്കെ പ്രോപ്പറായിട്ട് ഡെലിവർ ആവുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ടും അതുപോലെ തന്നെ അത് എത്തേണ്ട റെസിപ്പിയൻസിന് തന്നെയാണ് ഇമെയിൽസ് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുവരുത്താനും ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റ് ആൻഡ് ഇറ്ററേറ്റ് എന്നുള്ളതാണ്. അതായത് കണ്ടിന്യൂസ്ലി നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ക്യാമ്പയിനിലെ പല എലമെൻറ്റ്സും, അതായത് കണ്ടന്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ലൈന്, CTA, കോൾ ടു ആക്ഷൻ ഉണ്ടല്ലോ, അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമെയിൽ നിങ്ങൾ സെൻഡ് ചെയ്യുന്ന സമയം, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഏതാണ് നിങ്ങളുടെ ഓഡിയൻസിന് ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങളൊരു 9 AM സ്ഥിരമായിട്ട് ഇമെയിൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മെയിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വീക്ക് നിങ്ങൾക്കൊരു 4 മണിക്ക്, വൈകിട്ട് 4 മണിക്ക് അയച്ച് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ ആളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് അയച്ചു നോക്കാം. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ റെഗുലറായിട്ട് വൈസായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്തെടുക്കാം ഇമെയിൽ മാർക്കറ്റിംഗ് വഴി. എല്ലാ ബിസിനസ്സുകൾക്കൊന്നും ഇമെയിൽ മാർക്കറ്റിംഗ് സ്യൂട്ട് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് എത്രത്തോളം ഈ ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എഫക്റ്റീവ് ആവുമെന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് റീസെർച്ച് ചെയ്യണം. അതിനുശേഷം വേണം ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.